എനിക്ക് അമേരിക്കയിൽ ജോലി കിട്ടിയച്ചാ. ഓ എന്താ മോനെ ജോലി? പോൺ സ്റ്റാർ. എന്ന് വെച്ചാ നമ്മളോടെ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ സൂപ്പർ സ്റ്റാർ എന്ന് പറയില്ലേ, അതുപോലത്തെ അവിടുത്തെ സിനിമാക്കാരെ പറയുന്ന പേരാണ് പോൺ സ്റ്റാർ. ഓ ആശ്വാസായി. എനിക്കിനി നാട്ടുകാരുടെയും ബന്ധുക്കാരുടെ മുന്നിൽ തല ഉയർത്തി നിക്കാം. അല്ല മോനെ, ഏതാ കമ്പനി? അമേരിക്കയിലെ വലിയ കമ്പനി അച്ഛാ, നോട്ടി അമേരിക്ക. ഓ പേരിന്റെ കൂടെ അമേരിക്ക. അപ്പൊ ഏത് ഗവൺമെന്റ് സ്ഥാപനാണ്? കൊള്ളാം കൊള്ളാം. അല്ല മോനെ, സിനിമ അല്ലേ, നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇറങ്ങും? ഇത് ഡയറക്റ്റ് ലോകത്ത് എല്ലായിടത്തും ഒരുമിച്ച റിലീസ്, ഡയറക്റ്റ് ഫോണിലേക്ക്. ഓ OTT ഇപ്പോഴത്തെ. മോനെ, അമേരിക്കയിലേക്കാണ് പോണത്. അവിടെ പലതരം ലഹരികളുണ്ടാവും. നമ്മൾ ഡ്രഗ് ഫ്രീ സൊസൈറ്റി എന്നാണ് പോണത്. പിന്നെ അവിടുത്തെ പെണ്ണുങ്ങൾ അത്ര വെടുപ്പല്ല, അപ്പൊ അവരുടെ ഇടപെടരുത്. അയ്യോ, ഇത് പെണ്ണുങ്ങളായിട്ട് ഇടപെടാണ്ട് പറ്റില്ല. ഈ കമ്പനി നടന്നു പോണതന്നെ പെണ്ണുങ്ങളുണ്ടാ. പെണ്ണുങ്ങളായിരിക്കും നമ്മുടെ സൈഡിലും മോളിലും താഴെ എല്ലായിടത്തും. പിന്നെ ട്രംപ് വന്നേ പിന്നെ ഇന്ത്യക്കാരെ കൂടുതൽ പണിയെടുപ്പിക്കുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അപ്പൊ തിരിച്ചു പോന്നോ? തിരിച്ചു പോരേ? ഞാൻ പോരില്ല. ഓവർ ടൈം അല്ല, ഡേയോ നൈറ്റോ ഇനി കണ്ടിന്യൂസ് പണിയെടുപ്പിച്ചാൽ കൊന്നാ വരാൻ ഞാൻ തിരിച്ചു വരില്ല. മോൻ ഇവിടെ അധികം പണിയെടുക്കാത്തല്ലേ? ഓവർ ടൈം പണിയെടുത്തു കഴിഞ്ഞാൽ മോനത് ശരീരത്തിന് ബാധിക്കും. നിങ്ങൾ എന്ത് വർത്താനം പറയണ്? ഓവർ ടൈം അവിടെ എനിക്ക് പണിയെന്നില്ല, ഞാൻ അവിടെ അലമ്പുണ്ടാക്കും. എന്നെ ഏത് സമയം പണിയെടുപ്പിച്ചോണ്ടിരിക്കണം. ഓ ജോലി കിട്ടിയപ്പോഴത്തേനും അവന്റെ ഒരു ശുഷ്കാന്തി. 10 മണിക്ക് ഫ്ലൈറ്റ്, പക്ഷെ അതുവരെ കാത്തുകള ക്ഷമയില്ല. ഇപ്പൊ അറബിക്കടലിൽ നീന്തി നേരെ അമേരിക്കക്ക് എത്തും തോന്നുന്നു. ഞാൻ പോട്ടെ നീന്താൻ. ഓ